അടുത്തതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ ടൂൾസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടാണ്. മൂവ്, റൊട്ടേറ്റ്, സ്കെയിൽ. അപ്പോൾ ആദ്യം നിങ്ങൾ അറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് രണ്ട് ടൈപ്പ് സ്പേസാണ് ഇതിനകത്തുള്ളത് 3D Maxൽ. വേൾഡ് സ്പേസും ലോക്കൽ സ്പേസും. വേൾഡ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രിഡിനെ ബേസ് ചെയ്ത് 00 ആക്സിസിനെ ബേസ് ചെയ്ത് XYZ 00 ബേസ് ചെയ്താണ് വേൾഡ് സ്പേസ്. ഒരു ഒബ്ജക്റ്റിൻ്റെ സ്പേസിനെ അതിൻ്റെ പിവറ്റിനെ ബേസ് ചെയ്താണ് ലോക്കൽ സ്പേസ് വരുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് രണ്ട് ടൈപ്പ് കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. ഒന്ന് അബ്സല്യൂട്ടും രണ്ടാമത്തേത് ഓഫ്സെറ്റും. രണ്ടാമത്തേത് ഓഫ്സെറ്റ്. അപ്പോൾ എന്തുവാ ഇത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രിഡിന് ഒരു വാല്യൂ ഉണ്ട് ഓരോ കളത്തിനും. നമ്മൾ മാത്സിൽ ഗ്രാഫ് പേപ്പർ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ ആദ്യം അറിയേണ്ടത് ഇതിനകത്ത് എങ്ങനെയാണ് എക്സ്. ഇപ്പം ഇങ്ങോട്ട് എക്സ് പ്ലസ് ഒരു ഗ്രിഡിൽ ഇത് 00 വാല്യൂ ആണെങ്കിൽ ഇങ്ങോട്ട് എക്സ് പ്ലസ്, വൈ പ്ലസ്, എക്സ് മൈനസ്, വൈ മൈനസ്. അപ്പോൾ സി ആക്സിസ് എനിക്ക് നേരെ ഇങ്ങോട്ട് നമ്മൾ ഇരിക്കുന്ന ഇതിന് നേരെ. ഇപ്പോൾ ഗ്രിഡിലാണെങ്കിൽ, ഇപ്പോൾ ഈ ഗ്രിഡ് ബേസ് ചെയ്താണെങ്കിൽ ഒരു ബിൽഡിംഗ് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ, ടോപ്പ് വ്യൂ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റാണ് ഇസഡ് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പം ഇത് എക്സ്, ഇത് വൈ, ഇത് ഇസഡ് ഹൈറ്റ് ഇത്. അപ്പം ഇങ്ങോട്ട് എക്സ് ആക്സിസിൻ്റെ ഇത് വൈ, ഇത് ഇസഡ് ആക്സിസ്. അപ്പം ഇത്രയാണ് ഇതിനകത്ത് ആക്സിസിനെ പറ്റി പറയാനുള്ളത്. അപ്പം ഈ ഒരു ഒബ്ജക്റ്റിനെ ഞാൻ ഇച്ചിരി കൂടെ ചെറുതാക്കിയിട്ട് ഈ ഒബ്ജക്റ്റിനെ ഞാൻ ആദ്യം 00 ആക്സിസിൽ പ്ലേസ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമുക്ക് 0 ആക്കണമെങ്കിൽ ഈ സ്പിന്നറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഏറ്റവും ലീസ്റ്റ് വാല്യൂലോട്ട് പൊയ്ക്കോളും. ഏത് ഇതിൻ്റെ ആയാലും ലീസ്റ്റ് വാല്യൂലോട്ട് പൊയ്ക്കോളും. ഇപ്പം കണ്ടില്ല 0 ആയി അത്. ഇനി ഇതിൻ്റെ അകത്ത് ഈ ഒരു കളത്തിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10 യൂണിറ്റ്സ് ആണ്. ജനറിക് യൂണിറ്റ്സ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ 10 യൂണിറ്റ്സ് ആണ്. ഇവിടെ വരെ വരുമ്പോൾ 10 കളർ മാറുമ്പോൾ 100 യൂണിറ്റായി മാറുകയാണ്. അപ്പോൾ ഞാൻ 20 കൊടുത്തു കഴിഞ്ഞാൽ 20 യൂണിറ്റ്. ഈ ഗിസ്മോയെ ബേസ് ചെയ്താണ് വരുന്നത്. ഈ ഗിസ്മോയാണ് അതിൻ്റെ ഇത്. അപ്പം ഞാൻ ഇവിടെ 100 കൊടുത്തു കഴിഞ്ഞാൽ 100 യൂണിറ്റ്സ്. അതേസമയം ഞാൻ വൈയിലാണ് 100 യൂണിറ്റ്സ് കൊടുക്കുന്നതെങ്കിൽ അത് മുകളിൽ ഇവിടെ ആയിട്ട് വരും. ഇനി ഇതെല്ലാം 0 ആക്കി. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അബ്സല്യൂട്ട് മോഡിലാണ് പോകുന്നത്. അബ്സല്യൂട്ട് മോഡ് എന്ന് വെച്ചാൽ ഗ്രിഡിൻ്റെ വാല്യൂ എത്രയാണോ അത് കൊടുക്കുമ്പോൾ, ഇപ്പം ഞാനിപ്പോൾ ഒരു 300 കൊടുത്തു കഴിഞ്ഞാൽ 300 വന്നു. പക്ഷേ ഞാനിപ്പോൾ 200 കൊടുക്കുകയാണെങ്കിൽ 200ലോട്ടായിരിക്കും അത് പോകുന്നത്. ആ ഗ്രിഡിൻ്റെ എത്രയാണ് അതിൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാല്യൂയിലോട്ടാണ് ഇത് സഞ്ചരിക്കുന്നത്. അപ്പം ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്നത് ഓഫ്സെറ്റ് മോഡിനെ പറ്റിയാണ്. എന്ന് വെച്ചാൽ അത് വർക്ക് ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ ലോക്കൽ സ്പേസ് അതിൻ്റെ ഗിസ്മോ ബേസ് ചെയ്താണ്. അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ ഓഫ്സെറ്റ് മോഡ്, ഈ അബ്സല്യൂട്ട് മോഡ് എന്നുള്ളത് ഞാൻ ഓഫ്സെറ്റ് മോഡായിട്ട് ഇവിടെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിൻ്റെ ബേസ് ചെയ്ത് ഇതിൻ്റെ ഗിസ്മോ 00 ആക്സിസിലോട്ട് മാറി. അപ്പോൾ ഞാൻ എക്സിൽ ഇനിയും ഞാൻ 100 യൂണിറ്റ്സ് ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഇത് 100ൽ പോകത്തില്ല. ഇത് ഗ്രിഡിലെ 300ലോട്ടായിരിക്കും പ്ലസ് ചെയ്താൽ പോകുന്നത്. അഡീഷണലാണ് സംഭവിക്കുന്നത്. ഞാനിവിടെ 50 കൊടുക്കുകയാണെങ്കിൽ 350ലോട്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ ഇത് ജസ്റ്റ് -250 കൊടുക്കുകയാണെങ്കിൽ 100ൽ പോയി. അതേസമയം ഞാൻ 0 എന്ന് കൊടുത്താൽ അബ്സല്യൂട്ട് മോഡിൽ പോയിട്ട് 0 എന്ന് കൊടുത്താൽ അത് 0ൽ പോകും. അതേസമയം ഞാൻ ഇവിടെ 100 കൊടുത്തു. പക്ഷേ ഇനി ഞാൻ 0 കൊടുത്താൽ ഒരിക്കലും ഇത് 0ൽ പോകത്തില്ല. എന്ന് വെച്ചാൽ കാരണം അഡീഷണലായിട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ആ 100ൽ തന്നെ ഓഫ്സെറ്റ് മോഡിൽ വെയിറ്റ് ചെയ്യത്തേ ഉള്ളൂ. ഇനിയും ഇത് എനിക്ക് ഈ മൂവ് ടൂളിൻ്റെ ബട്ടണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെയും ഈ ടൈപ്പിൻ മോഡ് കിട്ടും. അബ്സല്യൂട്ട് വേൾഡും ഓഫ്സെറ്റ് സ്ക്രീനും. ഓക്കെ, സോ ഇവിടെ ഞാൻ എക്സ് എന്നുള്ളത് ഞാൻ 50 അടിച്ചു കഴിഞ്ഞാൽ 50 പോയി. പക്ഷേ ഇവിടെ ഞാൻ 50 എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇത് 100ൽ വന്നു. ഇവിടെ ഞാൻ 100 എന്ന് അടിച്ചു കഴിഞ്ഞാൽ 200ൽ പോയി. അതേസമയം ഇവിടെ ഞാൻ 200 എന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ വെയിറ്റ് ചെയ്യും. അതേസമയം ഇവിടെ ഞാൻ 200 എന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് 400ൽ പോകും. അപ്പോൾ അങ്ങനെ ഇതാണ് അബ്സല്യൂട്ട് മോഡും റിലേറ്റീവ് ഓഫ്സെറ്റ് മോഡും. അപ്പം മായയിലാണെങ്കിൽ ഇത് ഓഫ്സെറ്റ് മോഡിന് പകരം പറയുന്നത് റിലേറ്റീവ് മോഡെന്നാണ്.
അപ്പം ഇത് ഇത്രയാണ് ഓഫ്സെറ്റ് മോഡും റിലേറ്റീവ് മോഡ്. ഇനി ഇത് റൊട്ടേഷൻ എടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനുണ്ട് എക്സ് ആക്സിസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന RGB എന്ന് ഓർത്താൽ മതി. എക്സ് ആക്സിസ് റെഡ്, വൈ ആക്സിസ് ഗ്രീൻ, ഇസഡ് ആക്സിസ് ബ്ലൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എക്സ് ആക്സിസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എത്ര മൂവ് ചെയ്തെന്ന് ഇപ്പോൾ 45 ഇപ്പം 90 ഡിഗ്രി മൂവ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടുന്ന് എനിക്ക് ഇഷ്ടമുള്ള വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പം വേറൊരു ഓപ്ഷൻ എനിക്കിപ്പം സ്പെസിഫിക് ആയിട്ട് 45 ഡിഗ്രി എക്സിൽ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആംഗിൾ സ്നാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ആംഗിൾ സ്നാപ്പ് ഓൺ ചെയ്തിട്ട് ഇവിടെ ആംഗിൾ ഓഫ് റൊട്ടേഷൻ 45 ഡിഗ്രി എന്ന് കൊടുക്കുക. സ്പെസിഫിക് ആയിട്ട് 45 മറിയെങ്കിൽ എന്നിട്ട് ഈ ആംഗിൾ സ്നാപ്പ് ഓൺ ചെയ്യുക. 45 ഡിഗ്രി യൂണിറ്റ്സ് വെച്ചായിരിക്കും ഇത് നീങ്ങുന്നത്. അതേസമയം ഞാൻ ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഞാൻ ഇതെടുത്ത് 90 എന്നാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ലെറ്റ്സ് 30 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഞാൻ ഓരോ 30 യൂണിറ്റ്സ് വെച്ച് സ്നാപ്പ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത്. ഇനി അടുത്തത് സ്കെയിൽ എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ എനിക്ക് ഡിഫോം ചെയ്യണമെങ്കിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എനിക്ക് സ്കെയിൽ ഉപയോഗിച്ച് എനിക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ എനിക്ക് 2 ആക്സിസ് ഒരുമിച്ച് പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ 2 ആക്സിസിലായിട്ട് മാത്രമായിട്ട് ഇത് ഇൻക്രീസ് ചെയ്യും. ഇനിയിപ്പം എക്സും വൈയും മാത്രം മതിയെങ്കിൽ എനിക്ക് എക്സും വൈയിൽ മാത്രം, ഈ സൈഡിൽ ഹൈറ്റ് കൂടുന്നില്ല, അങ്ങനെ എനിക്ക് ചെയ്യാം. അപ്പം അത് സ്കെയിൽ. അതാണ് മൂവ് ടൂളിൻ്റെ ഷോർട്ട് കട്ട് W, റൊട്ടേറ്റ് E ആൻഡ് സ്കെയിൽ R. ഇത്രയാണ് ട്രാൻസ്ഫോർമേഷൻ ടൈപ്പ് ഇൻ ടൂൾസ്.